ഇത് ഒരു യാത്രയാണ്. ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര. അവരുടെ ഓർമ്മകളിലൂടെ, കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ, അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക്. ഇത് തെന്നിന്ത്യൻ സിനിമയിലെ താരവസന്തമായിരുന്ന KR വിജയയുടെ സഹോദരി KR വത്സല. വെള്ളിത്തിരയിൽ ചേച്ചിയോളം തരംഗമുയർത്തിയില്ലെങ്കിലും സിനിമയിൽ ചെറുതല്ലാത്ത ഒരിടമുണ്ടായിരുന്നു ഈ അഭിനേത്രിക്ക്. മാതൃഭാഷയായ മലയാളം ഉൾപ്പെടെ ഹ്രസ്വകാലം കൊണ്ട് 200-ലേറെ സിനിമകളിൽ വേഷമിട്ട KR വത്സല ഒരർത്ഥത്തിൽ ഇന്ന് വലിയ സ്ക്രീനിന് പുറത്താണ്. വെല്ലുവിളികളെ അതിജീവിച്ച് ചലച്ചിത്ര രംഗത്തെത്തിയ വത്സല ഇന്ന് ഈ അവസ്ഥയെയും മറികടക്കാനുള്ള പ്രയത്നത്തിലാണ്. സിനിമയിൽ എൻ്റെ അച്ഛൻ വന്ന് മിലിറ്ററി മാനായിരുന്നു. അച്ഛന് വന്ന് ഈ കലയോട് ഭയങ്കര വലിയ താല്പര്യമാണ്. സോ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളൊരു ഡ്രാമ ട്രൂപ്പ് ഉണ്ടായിരുന്നു, കലാവർദ്ധിനി എന്ന് പറഞ്ഞിട്ട്. ഈ കലാവർദ്ധിനി ട്രൂപ്പിൽ വലിയ അന്നത്തെ വലിയ ആർട്ടിസ്റ്റ്മാരൊക്കെ ഇതിലുണ്ടായിരുന്നു. സുരുളി രാജൻ, ഗാന്ധിമതിയക്ക, പിന്നെ ഒരു പത്മിനി നടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നടിമാർ ഇതിലുണ്ടായിരുന്നു, ഈ ട്രൂപ്പിലുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ ഡ്രാമ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഒരു ഡാൻസ്, ഒരു പൂജാ ഡാൻസ് അന്നും ഉണ്ടാവും. ഒരു 3 വയസ്സ് കുട്ടിയായാലും തട്ട് കൊടുത്തിട്ട്, അന്നൊക്കെ ഡ്രാമ 1 മണിക്ക് 2 മണിക്കൊക്കെ തുടങ്ങാം. അന്നത്തെ കാലത്ത് എൻ്റെ കയ്യിൽ തട്ടൊക്കെ കൊടുത്തിട്ട് ഡാൻസ് കളിക്കാൻ അയക്കും. അപ്പോൾ എനിക്ക് ആ പ്രായത്തിൽ തന്നെ സ്റ്റേജ് ഫിയർ എന്നൊരു സംഭവം ഇല്ല. അങ്ങനെ തുടങ്ങി എനിക്കും ഈ കലയോട് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് വലിയ ആർട്ടിസ്റ്റായിട്ട് വരുന്നതൊക്കെ ചെറുപ്പത്തിലെ ആഗ്രഹമായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ ഞാൻ നല്ല കല്യാണം കഴിച്ച് വളരെ വേഗം ലൈഫിൽ സെറ്റിൽ ആവണമെന്നൊരു താല്പര്യം കൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു. പിന്നെ കല്യാണത്തിന് ശേഷം എൻ്റെ ഒരു ആഗ്രഹം ഇതായിരുന്നു, ഈ ഫീൽഡിലേക്ക് വന്നു. എനിക്ക് ഏറ്റവും എന്നും ഓർത്ത് സന്തോഷിക്കുന്ന കാര്യം, ഡാൻസിനൊരു എക്സാമ്പിളായിരുന്ന പത്മിനി ചേച്ചി, രാഗിണി ചേച്ചി, ലളിത ചേച്ചിയുടെ കൂടെയൊക്കെ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ബാലരാമായണം എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ശ്രീവിദ്യ അമ്മയും ബാല്യസീതിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ ഡാൻസസിൻ്റെ കൂടെയൊക്കെ ഡാൻസ് കളിക്കാൻ അന്ന് എനിക്കൊരു അങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്ന് ഇന്നും ഓർത്ത് എനിക്ക് വളരെ വളരെ സന്തോഷമാണ്. കലയുടെ ചിലങ്ക കിലുക്കിയ കുടുംബമാണ് വത്സലയുടേത്. അഭിനയ പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വൈകിയാണ് വത്സല അഭ്രപാളിയിലെത്തുന്നത്. ചേച്ചിമാർ അരങ്ങുവാഴുന്ന സിനിമാവേദി സ്വപ്നം കണ്ടിരുന്ന പെൺകുട്ടിക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിന് കുറച്ചേറെ കാത്തിരിക്കേണ്ടി വന്നു. ഭാര്യയും 2 കുട്ടികളുടെ അമ്മയുമായ ശേഷമാണ് സിനിമയിലെ അരങ്ങേറ്റം. ഒരു ഡാൻസറിന്ന് ഡാൻസ് കളിക്കുന്നതിനെക്കാട്ടിലും ഒരു സിനിമാ താരം ഡാൻസ് കളിക്കുമ്പോൾ പബ്ലിക്ക് ഇനി കൂടുതൽ ഒരു ക്യൂരിയോസിറ്റിയിൽ കാണുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ച് നമ്മളും ഒരു സിനിമയിൽ അഭിനയിക്കാമല്ലോ, നമ്മൾക്കിത് അറിഞ്ഞ ഫീലല്ലേ എന്ന് ഓർത്ത് ഞാൻ ഇതിൽ വന്നതാണ്. ആദ്യമായിട്ട് ചെയ്തത് 3 ലാംഗ്വേജിൽ ഒരേ നേരത്ത് ചെയ്തു. ഒന്ന് കള്ളനും പോലീസും, കള്ളനും പോലീസിൽ ഒറ്റയാൾ പട്ടാളം, സെഞ്ചുറി ഫിലിംസിൻ്റെ. തെലുങ്കിൽ സർപ്പയാഗം, തമിഴ് സുന്ദരകാന്ഡം. ഒറ്റയാൾ പട്ടാളത്തിൽ മുകേഷ് മധുബാലയായിരുന്നു. അതിൽ ഒരു കാബറെ ഡാൻസറായിട്ട് ഒരു കോമഡി ബിറ്റ്. എന്നാലും എനിക്ക് തുടക്കത്തിനതൊരു ഇതായിരുന്നു, പഠിക്കാൻ പറ്റി. സിനിമ എന്താണെന്നാണ് ആദ്യം ഞാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ചേച്ചി വന്ന കാരണം ഞാൻ വരണമെന്ന് അങ്ങനെ തോന്നിയതല്ല. ചേച്ചി ഇതിൽ വന്നതിൽ എനിക്ക് സന്തോഷമാണ്. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് ഞങ്ങൾ 3 പേരും അന്നത്തെ ലളിത, പത്മിനി, രാഗിണിനെ പോലെ വരണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് ഇതെൻ്റെ മനസ്സിലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ആഗ്രഹമാണ്. കൂടെ തന്നെ എനിക്ക് പഠിക്കണം, ഒരു ഡോക്ടറാവണം, ഇല്ലെങ്കിൽ ഒരു ഫ്ലോറൻസ് നൈറ്റിംഗേൽ മാതിരി സോഷ്യൽ സർവീസിലൊക്കെ വരണമെന്നായിരുന്നു ആഗ്രഹം. ഈ കലയോട് എനിക്ക് വളരെ എൻ്റെ ബ്ലഡിൽ, എൻ്റെ ചോരയിലുള്ളൊരു ഇൻവോൾവ്മെൻ്റാണത്. അതിന് കല തനിച്ചാണ്, വത്സല തനിച്ചാണ് എന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഏതെങ്കിലും രീതിയിൽ ഞാൻ ഈ കലയിൽ ഉണ്ടായിരിക്കും. ഒന്നുമില്ല ഡാൻസ്, ഇല്ലെങ്കിൽ അഭിനയം, ഇല്ലെങ്കിൽ അത് പഠിപ്പിക്കാനുള്ള ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. ഈ കലയോട് എനിക്ക് അത്ര ഒരു താല്പര്യമാണ്. ഇങ്ങനത്തെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ കലയിൽ, ഞാനൊരു പ്രൊഡ്യൂസറോ ഒരു ഡയറക്ടറോ ആവുന്നതിന് മുമ്പിൽ ഞാൻ ഇതിൽ എന്തെങ്കിലും ഒന്ന് ആയി കാണിക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വന്നത്. സിനിമയിലെത്തിയിട്ട് ഏകദേശം ഒരു 11-12 കൊല്ലങ്ങളായി. 150-260 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ
എല്ലാ ഹിന്ദി അടക്കം എല്ലാ ലാംഗ്വേജിലും നിറച്ച് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലും തമിഴിൽ, തെലുങ്ക്, ഒരു ഹിന്ദി സീരിയൽ, പിന്നെ ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പിന്നെ സീരിയൽസും നമ്മുടെ സിനിമ അത്ര റീച്ചാവുന്ന കാരണം നമ്മൾക്ക് നിറച്ച് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഇവിടെ തമിഴിൽ ഒരുപാട് സീരിയൽസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത്. കണ്ടും കേട്ടും അറിഞ്ഞും അഭിനയവാസന രക്തത്തിൽ കലർന്നുപോയ ഒരാളാണ് വത്സല. അങ്ങനെ ഒരാളെയാണ് വീട്ടുകാർ രംഗവേദിക്ക് അകലെ നിർത്തിയിരുന്നത്. പക്ഷേ ഒടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് വത്സല സിനിമയിൽ എത്തപ്പെടുക തന്നെ ചെയ്തു. എനിക്ക് സിനിമയിൽ വരണം, ഈ കലയോട് എനിക്കുള്ള ഒരു ആരാധനയാണ്. ഇത് എങ്ങനെയെങ്കിലും നടത്തിപ്പിക്കണം എന്നുള്ള ഒരു വേഗത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചെറിയ വേഷമാണോ വലിയ വേഷമാണോ ഞാനൊന്നും നോക്കിയിട്ടില്ല. എൻ്റെ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ വേഷം എന്താണെന്നല്ല, ആ വേഷം എങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നേരത്തെ ഞാൻ മലയാളത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് ഇത്രയും ഒരു മെച്യൂരിറ്റിയും അഭിനയ സാധ്യതയും ഇല്ലാതെ ഇരുന്നിരിക്കും. അന്ന് എനിക്ക് അത്ര കഴിവ് കാണിക്കാനില്ലാതെ ഇരിക്കും. അതിലിപ്പോൾ എനിക്ക് ഏത് വേഷം കിട്ടിയാലും കിട്ടുന്ന വേഷം ചിലപ്പോൾ വാമ്പായിരിക്കും, ചിലപ്പോൾ കോമഡി ആയിരിക്കും. ആ വേഷം അതിലൊരു പ്രത്യേകതയായിട്ട് നന്നായിട്ട് മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഇത് ആരാണ് ഇത്ര നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട്. അഭിനയം അറിയാമായിരുന്നിട്ടും സിനിമയിൽ ചെറുവേഷങ്ങളിൽ ഒതുങ്ങിപ്പോകാനായിരുന്നു വത്സലയുടെ വിധി. ചേച്ചിയുടെ മേൽവിലാസത്തിലല്ല ചലച്ചിത്ര ലോകത്ത് എത്തുന്നത്. കഴിവ് സ്വയം തെളിയിച്ചുകൊണ്ടാണ്. എന്നിട്ടും KR വിജയ നക്ഷത്രശോഭ പരത്തുന്ന ആകാശത്ത് മിന്നാമിനുങ്ങോ മാത്രമായി പോയി ഈ അഭിനേത്രി. എനിക്ക് അഭിനയ സാധ്യത ഉണ്ടോ, അത് അഭിനയ സാധ്യത അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ അധികം ആരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് എൻ്റെ വിചാരം, എൻ്റെ തോന്നൽ. എന്നാൽ എനിക്ക് ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് വന്നിരിക്കാൻ പറ്റും, അങ്ങനെ വന്നിരിക്കണം എന്നുള്ളതായിരുന്നു എനിക്ക് എൻ്റെ ആഗ്രഹം. ഇതിലെന്തെങ്കിലും സാധിക്കണം, ഇതിലെന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കണമെന്ന്. അതിനെ പറ്റിയ അവസരം എനിക്ക് കിട്ടിയില്ല. നിരാശപ്പെട്ട് ഞാൻ പലപ്പോഴും ഇതിൽ നിന്ന് കുറച്ച് കാലം മാറി നിന്നിട്ടുണ്ട്. മാറി നിന്ന് തിരിച്ചു വരുമ്പോൾ പഴയതിനെക്കാട്ടിലും കൂടുതൽ ഒരു വേഗത്തോടെ ഞാൻ ഇതിൽ എൻ്റർ ആവുന്നത്. ഓരോ പ്രാവശ്യം ഞാൻ പോയിട്ട് എൻ്റർ ആകുമ്പോഴും ഇതിനായിട്ടുള്ള സിനിമയ്ക്കായിട്ടുള്ള ഒരു കഷ്ടങ്ങളും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ടൈമാണ്, വളരെ കഷ്ടമാണ്. എന്നാൽ ഓരോ പ്രാവശ്യം വന്നിട്ടും ഞാൻ എന്തെങ്കിലും പിന്നെയും അതിനെക്കാട്ടിലും നന്നായിട്ട് സാധിച്ച് കാണിക്കാറുള്ളൂ. സാധിച്ച് കാണിച്ചിട്ട് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിന് ദൈവം എനിക്ക് നല്ല എൻ്റെ മനസ്സിനെ ഒരു ധൈര്യം കൊടുത്തിട്ടുണ്ട്. വത്സല ഇപ്പോഴും തിരക്കിൽ തന്നെയാണ്. അഭിനയത്തിന്റെ ഇടവേളകളിൽ സ്വന്തം ഡാൻസ് ട്രൂപ്പിന്റെ പ്രോഗ്രാമുകളുമായി ഇന്ത്യക്കകത്തും പുറത്തുമായി വത്സല തിരക്കിൽ തന്നെയാണ്. ആരാധന എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഡാൻസ് ട്രൂപ്പ് ഉണ്ട്. ഇതിൽ കുറച്ച് നല്ല പറ്റിയ എന്താണെന്ന്, ഇപ്പോൾ ഡാൻസ് എന്ന് പറയുന്നത് നാട്ടിൽ മുഴുവനും എല്ലാ ഭാഗങ്ങളും വന്നൊരു കാര്യമാണ്. എന്നാലും ഇന്നും നമ്മുടെ ട്രഡീഷണൽ ഭരതനാട്യം, കഥകളി, മോഹിനിയാട്ടം, കഥക്ക് എന്ന് പറഞ്ഞ സാധനം ഇന്നും നല്ല റെസ്പെക്റ്റും കാര്യവും ചില സ്ഥലത്തുണ്ട്. അങ്ങനെ ബഹുമാനിക്കുന്ന സ്ഥലത്തിൽ ഞാൻ പെർഫോം ചെയ്യാറുണ്ട്, വല്ലപ്പോഴും റയറായിട്ട്. അതല്ലാതെ ഞാൻ ചെറുതായിട്ട് സ്വന്തം എൻ്റെ ഒരു മദറിൻ്റെ പേരിൽ ഒരു ചെറിയൊരു സിനിമ, ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2-3 ആഡ് മൂവീസൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു വലിയൊരു ചാനലിന് വേണ്ടിയിട്ട് ഒരു സീരിയൽ സ്വന്തത്തിൽ ചെയ്ത് നമ്മളൊരു 10 പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. ആ രീതിയിൽ ഞാൻ തുടങ്ങാനിരിക്കുന്നുണ്ട്. പിന്നെയും എന്തെങ്കിലുമൊക്കെ ഈ ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും.